ഈ സെലിബ്രിറ്റീസൊക്കെ ഇവിടെ നിന്ന് പ്രോഗ്രാമിനൊക്കെ വിദേശത്തോട്ടൊക്കെ പോകത്തില്ലേ? ഇപ്പോൾ ഗൾഫിൽ പോവും, അതുപോലെ തന്നെ അമേരിക്കയിൽ, UK കാനഡയിലൊക്കെ ഇവന്മാർ പോവും. പാട്ട് പാടാനും തുള്ളാനും അവിടെ ഉള്ളവരെ എൻ്റർടൈൻ ചെയ്യാനൊക്കെ ആയിട്ട് പോവും. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് അറിയാത്തൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ അവിടെ ഉള്ള ആൾക്കാർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ വരുന്ന അത്രയും പേരൊക്കെ കാണത്തുള്ളൂ. അവർ നിങ്ങളെ അവിടെ വിളിച്ചു വരുത്തുന്നത് പാട്ട് കേട്ട് തുള്ളി ഓക്കെ സമ്മതിച്ചു. അതുകൂടാതെ ചിലപ്പോൾ ഒന്ന് കുറച്ച് സമയം അവരോട് ഇൻട്രാക്ട് ചെയ്യാനോ അല്ലെ ഒരു ജാട കാണിക്കാതെ ഇടപെടാനൊന്ന് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവരുടെ അടുത്തേക്ക് എന്ത് ജാട കാണിക്കാനാ? അവർ നിങ്ങളോട് താല്പര്യം കൊണ്ട് വിളിച്ച് ഇത്രയും ദൂരം കൊണ്ട് ഇത്രയും പൈസ മുടക്കി, ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നവർ ചിലപ്പോൾ ഇവരൊക്കെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ കുറേ വാണങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും, ഈ MG ശ്രീകുമാറും പിഷാരടിയൊക്കെ. എന്നിട്ട് പിഷാരടിയൊക്കെ അങ്ങോട്ട് പരിപാടി കഴിഞ്ഞപ്പോൾ തൊട്ട് ഒടുക്കത്തെ നമ്പറും കോഴ്സും ഒക്കെ അങ്ങോട്ട് തുടങ്ങി, ഇവൻ എവിടെയോ പോകണമെന്നൊക്കെ. ആ എന്തിനാ പിന്നെ അങ്ങോട്ട് ചെല്ലുന്നേ ഇത്ര ബുദ്ധിമുട്ടി? ആൾക്കാരുടെയൊക്കെ ഇടപെടണം. ഇപ്പം നാട്ടിലാണെങ്കിൽ ശരിയാ, പറ്റത്തില്ല. എല്ലായിടത്തും പോകുമ്പോൾ ഇങ്ങനെ ഇടപെടാൻ പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർ വല്ലാത്ത രീതിയിൽ ബിഹേവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ അവിടെ ഒന്നും അങ്ങനൊന്നും അല്ല. അവിടെ ഉള്ളവർ വളരെ ഡീസൻ്റായിട്ട് ഇടപെടത്തുള്ളൂ. ഇവരുടെ കംഫർട്ട് കളഞ്ഞ് ഒന്നും ചെയ്യാൻ നിൽക്കുന്നവരൊന്നും അവരെ കാണത്തില്ല. അദ്ദേഹത്തെ പിടിക്കുകയും പിച്ചുകയും മാന്തുകയും ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇവർ പോകും, വലിയ പുള്ളികളാണെന്ന് തോന്നി അവൻ്റെയൊക്കെ വീട്ടിൽ പോയി നക്കി എന്തെങ്കിലുമൊക്കെ തിന്ന് എന്തെങ്കിലും കൊടുക്കുന്നത് ഊമ്പി എന്നൊക്കെ പറയുന്ന പോലെ അതിനൊക്കെ പോയിരിക്കും. ഗിഫ്റ്റ് മേടിക്കാനും ഷോപ്പിങ്ങിന് നടക്കാനും ഒക്കെ കുറേ പേരുണ്ട്. അതിപ്പോൾ ആണും പെണ്ണും വ്യത്യാസം ഇല്ലാതെ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകും. ഗൾഫിലാണ് കൂടുതൽ ഷോപ്പിംഗ് കൊണ്ടുപോക്കെ ഉള്ളത്. മനുഷ്യനല്ലേ ഉള്ളേ, അപ്പോൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ. അത് അമേരിക്കയിൽ UK മലയാളികളാണെങ്കിൽ ചിലപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ അത് വേറെ, അതല്ല ഇടപാട്. ഇതൊരു മര്യാദ മാത്രമാണ് അവിടെ. അതുമല്ല, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇവർ ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊക്കെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോയി വേണം ഇത് കാണാൻ. അപ്പോൾ അത് നമ്മളവിടെ ചെല്ലുമ്പോൾ എല്ലാവരോടും ഒരുപോലെ അങ്ങനെ വിട്ടേക്കണം. കുറച്ച് സമയമൊക്കെ അവിടെ നിൽക്കാനുള്ള താല്പര്യം കാണിക്കണം. കാരണം അവിടെ നിന്ന് വേറെ എവിടെ പോകാനാണ് ഇവർ ശരിക്കും? വൈകുന്നേരം ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത ഷോ. അങ്ങനെയാണെങ്കിൽ പോലും ആ ഷോയ്ക്ക് മുന്നേ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും ഒരു ഫോട്ടോ എങ്കിലും എടുക്കുക. നമ്മൾ ഈ ജാട കാണിക്കരുത്. ഫോട്ടോ എടുക്കുന്നതൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് പൊക്കോളൂ. പിന്നെ ഓവർ ജാടയും കോഴ്സും നമ്പറും എന്തോ വലിയൊരുത്തിനെ പോലെ. അവിടെ ഉള്ളവരുടെ ഒന്നും ജോലിയൊന്നും നിനക്കറിയാത്തതുകൊണ്ടാണ്. അവർ പഠിച്ചേക്കുന്നതിൻ്റെ കാൽഭാഗം നീയൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അല്ല, നീയൊക്കെ അവിടെ പോയി താമസിച്ചേനെ. ഇനിയുമ്പോൾ ഇവിടെ കിടന്നുകൊണ്ട് ഈ ചേപ്പ കുത്തി നടന്നതിനിടയിൽ എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ട് എന്ത് ഊളത്തരം പറഞ്ഞ് ഇവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള എല്ലാ തെണ്ടികളുടെയും കാര്യമാണ്. ഈ MG ഇതിനെയൊക്കെ എന്തോനും കൊള്ളാം. എന്താണേലും ഇതിനെയൊക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത്രയും പാട്ടുകാരോടൊന്നും ഞാനാണെങ്കിൽ ഈ പരിപാടി കാണാൻ പോലും പോകത്തില്ല. ഇവൻ്റെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടില്ല, ഇവൻ്റെ ഒന്നും പാട്ടും കേൾക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നവരെ പറഞ്ഞാൽ മതി, ഒരു രീതി നോക്കിയാൽ. പക്ഷേ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കിടന്നുകൊണ്ട് ഒരുമാതിരി വലിയ ഒരാളാണ് ഈ കലാകാരൻ എന്ന് പറഞ്ഞ രീതിയിൽ ഇടപെടുമാർ. അങ്ങനെ വലിയ ആൾക്കാരൊന്നും അല്ല. ഇത് നാട്ടുകാരൊരു കുഴപ്പമുണ്ട്, ഇവർക്ക് തിരിച്ചറിവില്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം. എൻ്റർടൈനേഴ്സായിട്ട് കാണുക, അവർ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ പൊക്കോണം, അവരുടെ പണി കഴിഞ്ഞു. പിന്നെ സെൽഫി എടുക്കാനൊന്നും ശരിക്കും പറഞ്ഞാൽ പുറകെ പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ ഈ നാട്ടിലത്തെ ഒരു രീതിക്ക് വേണമല്ലോ, അതുകൊണ്ടാണല്ലോ ഇവരവിടെ കൊണ്ടുപോകുന്നത്. അങ്ങനെയല്ല, ഗായകന്മാരെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ആളുകളെയൊക്കെ ലോകത്തെല്ലായിടത്തും പെർഫോമൻസ് നടക്കുന്നുണ്ട്. അതിപ്പോൾ അമേരിക്കയിൽ UK ആണെങ്കിൽ ചിലപ്പോൾ അവിടെ അവരുടെ പരിപാടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു DJ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ റേവ്, റോക്ക് ഷോ, അല്ല ഒരു സ്റ്റേജ് പെർഫോമൻസ്. അത് നിർബന്ധം ബിഗിലെ എല്ലാ കലാകാരന്മാർക്കും അത് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, അവർക്കിങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇയാളെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്നൊന്നുമില്ല. നമ്മളൊരു കൾച്ചറിൻ്റെ പ്രശ്നമായിരിക്കും. പക്ഷേ എന്നാൽ പോലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യാൻ പറ്റുന്നില്ല, അത് ഞങ്ങൾ ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നത് മോശം തന്നെയാണ്. മാക്സിമം ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതൊന്നും അത്ര നല്ല പണിയൊന്നുമല്ല. ചീപ്പ് ആരാന്ന് എനിക്കറിയത്തില്ല. ഇവരൊക്കെ ആരാ? ഈ പോകുന്നവർ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. നിങ്ങളവിടെ ചെന്ന് ഇത്രയും ജോലിയും ചെയ്ത് അവിടെ വേറെ രാജ്യത്ത് നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് എന്നിട്ട് ഇവന്മാരെ അവിടെ കൊണ്ടുവരാൻ വരെ പ്രാപ്തരായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. അതിനെയാണ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. അയാൾ വന്നാൽ നമ്മളെ കാണണം ശരിക്കും. നിങ്ങൾ കൊള്ളാം, നിങ്ങളോടൊരു സെൽഫി എടുക്കണമല്ലോ എന്നാണ് പറയേണ്ടത്.
അല്ലാതെ ഈ തെണ്ടിയൊക്കെ അല്ലെങ്കിൽ എങ്ങനെ അവിടെ എത്തിപ്പെടും? ഇവനെയൊക്കെ ആര് കൊണ്ടു ടൂറിന് പോകാൻ പറ്റും, വല്ല ടൂർ മറ്റേ അതും ടൂർ ഓപ്പറേറ്റേഴ്സ് വേണം കൊണ്ടുപോകാൻ. അല്ലാതെ തന്നെ പോയാൽ എലി ഏതാ പറയാതെന്നറിയാതെ വായും വിളിച്ച് നടക്കും പൊട്ട ഇംഗ്ലീഷൊക്കെ പറഞ്ഞ്. കറക്റ്റായ സ്ഥലം ഒരുത്തിനും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എവിടെ പോകണം എന്ത് ചെയ്യണം ഒരു ഐഡിയയും കാണത്തില്ല. കുറേ പൈസ എക്സ്ട്രാ പോകും ഇവരുടെ. അങ്ങനെ വല്ല ടൂറിസ്റ്റ് പാക്കേജിൽ കയറി പോകാൻ മാത്രം യോഗ്യതയുള്ള നാറികളാണ് കൂടുതലുണ്ടോ ഇവിടെയുള്ള കലാകാരൻ എന്ന് പറഞ്ഞ് നടക്കുന്നവനും ഈ സിനിമാ നടനും ഒക്കെ കണക്കാണ്. കാരണം അങ്ങനത്തെ ഒരു എക്സ്പോഷറൊന്നും അവർക്ക് കിട്ടത്തില്ല. കിട്ടുന്ന ഇങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഈ തെണ്ടികൾ പലരും പോയി കണ്ടേക്കുന്നത്. മറ്റവരങ്ങനല്ല. അവരവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് അവിടെ ഉള്ളവരുടെ ഇടയിൽ ജോലി ചെയ്ത് അവിടെ ജീവിക്കുന്നവരുടെ മുന്നിൽ ചെന്നിട്ട് ഇറക്കുന്ന മണ്ടനെയൊക്കെ എന്താ പറയണേ. ഇവനെന്തൊരു മണ്ടനായിരിക്കും ഇവനൊക്കെ ഈ ജാട കാണിക്കുന്നത്. അവിടെ പോയിട്ട് ഇവിടെ കിടന്ന് കാണിച്ചാൽ ഓക്കെ കേട്ടോ. ഇവിടെ നിന്നെയൊക്കെ കാണുന്നത് മൊത്തം അങ്ങനത്തെ ആൾക്കാർ. ഇവന്മാരുടെ പരിപാടി മനസ്സിലായോ? ഇവന്മാരുടെ പരിപാടി അങ്ങ് ഭയങ്കര പരിപാടിയാണ് എന്ന് തോന്നുന്ന ആൾക്കാർ ഇവിടെ ഉള്ളവർ ശരിക്കും എന്തോ ഇച്ചിരി കുറവുള്ളവരായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. MG ശ്രീകുമാർ ഭയങ്കര പാട്ടുകാരനാണ്, സൂപ്പർ പാട്ടാകുന്നത്. അയ്യോ അതൊക്കെ അതുകൊണ്ട് ഇവിടെ വരുന്നവർ അത്രയും അങ്ങോട്ട് ഇവിടെ പ്രശ്നമാണ്. ഇവിടെ അടുപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തലയിൽ കയറി ഇരുന്ന് നിരങ്ങും, ചിലപ്പോൾ കടിക്കുകയും മാന്തുകയും പിച്ചുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഇവരുടെ പരിപാടി കാണാൻ വരുന്നവരല്ലേ, അപ്പോൾ അവരുടെ നിലവാരം അറിയാമായിരിക്കുമല്ലോ അവർക്ക്. പക്ഷെ മറ്റടുത്ത് അതല്ല കേട്ടോ. അവർക്ക് ചിലപ്പോൾ വെറൈറ്റിക്ക് അവർ വിളിച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് ഞാൻ മഹാനാണ് അല്ലെ എന്നെ കഴിഞ്ഞ് ഇവിടെ ആളുള്ളൂ എന്ന രീതിയിലൊന്നും അങ്ങനെ കയറി ഇടപെടുകയൊന്നും ചെയ്യരുത്. അങ്ങനല്ല ശരിക്കും. അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞ കാരണങ്ങൾ വെച്ചിട്ട് നീ ഒന്നും ഒരു പുല്ലുമല്ല, മനസ്സിലായോ?